കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ്? എ. 1950 ജനുവരി 26, ബി. 1950 ജനുവരി 24, സി. 1956 നവംബർ 28, ഡി. 1956 നവംബർ 1. കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ്? ഉത്തരം ഡി. 1956 നവംബർ 1. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? എ. ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്, ബി. ആർ. ശങ്കർ, സി. അച്യുതമേനോൻ, ഡി. പട്ടം താണുപിള്ള. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം എ. ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? എ. മൈന, ബി. കുയിൽ, സി. മലമുഴക്കി, ഡി. കൊക്ക്. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? ഉത്തരം സി. മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? എ. സിംഹം, ബി. കടുവ, സി. ആന, ഡി. പൂച്ച. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം സി. ആന. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? എ. കണിക്കൊന്ന, ബി. ചെമ്പരത്തി, സി. റോസ്, ഡി. താമര. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? ഉത്തരം എ. കണിക്കൊന്ന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? എ. പമ്പ, ബി. ഭാരതപ്പുഴ, സി. പെരിയാർ, ഡി. നർമ്മദ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം സി. പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? എ. കെ. എസ്. ചിത്ര, ബി. മേരി റോയ്, സി. ഇന്ദിരാഗാന്ധി, ഡി. ആനി മാസ്ക്രീൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? ഉത്തരം ബി. മേരി റോയ്. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? എ. പാർലമെൻറ്റ്, ബി. സുപ്രീം കോടതി, സി. രാഷ്ട്രപതി, ഡി. പ്രധാനമന്ത്രി. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം എ. പാർലമെൻറ്റ്. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏത്? എ. പോർച്ചുഗീസുകാർ, ബി. ബ്രിട്ടീഷുകാർ, സി. ഫ്രഞ്ചുകാർ, ഡി. ഡച്ചുകാർ. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏത്? ഉത്തരം എ. പോർച്ചുഗീസുകാർ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത്? എ. മെനിഞ്ചസ്, ബി. ഡയഫ്രം, സി. പെരികാർഡിയം, ഡി. പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത്? ഉത്തരം ഡി. പ്ലൂറ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത്? എ. 1695, ബി. 1697, സി. 1691, ഡി. 1693. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത്? ഉത്തരം ബി. 1697. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എ. മുംബൈ, ബി. വിശാഖപട്ടണം, സി. കൊച്ചി, ഡി. പനാജി.
സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി, കൊച്ചി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠകശാല? എ. ആറ്റിങ്ങൽ, ബി. കടയ്ക്കാവൂർ, സി. കുളച്ചൽ, ഡി. അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠകശാല? ഉത്തരം ഡി. അഞ്ചുതെങ്ങ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? എ. സ്വാമി ദയാനന്ദ സരസ്വതി, ബി. സ്വാമി വിവേകാനന്ദൻ, സി. രാജാറാം മോഹൻ റോയ്, ഡി. ശ്രീ രാമകൃഷ്ണൻ പരമഹംസൻ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സി. രാജാറാം മോഹൻ റോയ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ആസ്ഥാനം എവിടെ? എ. കൊല്ലം, ബി. കോഴിക്കോട്, സി. തൃശൂർ, ഡി. തിരുവനന്തപുരം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെ? ഉത്തരം സി. തൃശൂർ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? എ. ബി. എൻ. റാവു, ബി. ജവഹർലാൽ നെഹ്റു, സി. മഹാത്മാഗാന്ധി, ഡി. ബി. ആർ. അംബേദ്കർ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഉത്തരം ബി. ജവഹർലാൽ നെഹ്റു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന്? എ. 1995 സെപ്റ്റംബർ 15, ബി. 1992 ജനുവരി 31, സി. 1998 ഡിസംബർ 11, ഡി. 1993 ഒക്ടോബർ 12. ഉത്തരം ഡി. 1993 ഒക്ടോബർ 12.